നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി ടോപ്പ് 18 ആരംഭിക്കുന്നു. PFIയുടെ ആക്രമണ ഹർത്താലിൽ ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശത്തിൽ സർക്കാർ ഉണർന്നു. നേതാക്കളുടെ ആസ്തികളുടെ ജപ്തി പൂർത്തിയാക്കി കോടതിയിൽ റിപ്പോർട്ട് നൽകി. 248 പേർക്കെതിരെയാണ് സംസ്ഥാനത്ത് നടപടി സ്വീകരിച്ചത്. മലപ്പുറം ജില്ലയിൽ റവന്യൂ റിക്കവറിക്ക് ഇടെ ഉണ്ടായ തർക്കങ്ങൾ പരിശോധിച്ചു വരികയാണ് എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതിനിടെ ഹർത്താലിന് മുമ്പ് പാലക്കാട് കൊല്ലപ്പെട്ട PFI പ്രവർത്തകൻ സുബൈറിന്റെ പേരും പട്ടികയിൽ ഉണ്ട്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ അന്ത്യശാസനത്തെ തുടർന്നാണ് സർക്കാർ തിരക്കിട്ട് പൂർത്തിയാക്കിയ ജപ്തി നടപടിയുടെ വിവരങ്ങൾ ജില്ലാ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. റിപ്പോർട്ട് പ്രകാരം മലപ്പുറം ജില്ലയിൽ മാത്രം 126 ജപ്തി നടപടികൾ നടന്നു. പാലക്കാട് ജില്ലയിൽ 23, കോഴിക്കോട് ജില്ലയിൽ 22, തൃശൂർ ജില്ലയിൽ 18 പേർക്കെതിരെയും നടപടി സ്വീകരിച്ചു. വയനാട് ജില്ലയിൽ 11 പേർക്കെതിരെയും കണ്ണൂരിൽ 8 പേർക്കെതിരെയും എറണാകുളം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ 6 വീതവും തിരുവനന്തപുരം, കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ 5 വീതവും കൊല്ലത്ത് ഒരാൾക്കെതിരെയുമാണ് നടപടിയുണ്ടായത്. സർക്കാർ റിപ്പോർട്ട് പ്രകാരം ഏപ്രിലിൽ കൊല്ലപ്പെട്ട സുബൈറിന്റെ സ്വത്തുവകകളും ജപ്തി ചെയ്ത പട്ടികയിലുണ്ട്. സെപ്റ്റംബറിൽ നടന്ന ഹർത്താലുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച റിപ്പോർട്ടിൽ സുബൈറിന്റെ പേര് ഉൾപ്പെട്ടത് എങ്ങനെയെന്ന് വ്യക്തമല്ല. മലപ്പുറത്ത് റവന്യൂ റിക്കവറിക്കിടെ തർക്കങ്ങളുണ്ടായെന്നും ഇക്കാര്യം പരിശോധിച്ചു വരികയാണെന്നും സർക്കാർ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ഹർജി നാളെ ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കും. നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ച ഹർത്താലിലൂടെ 5 കോടിയിലധികം രൂപയുടെ നഷ്ടമുണ്ടായതാണ് സർക്കാർ കണ്ടെത്തിയത്. ന്യൂസ് 18 കൊച്ചി. ജപ്തി ചെയ്യേണ്ട PFI നേതാക്കളുടെ ലിസ്റ്റ് തയ്യാറാക്കി നൽകിയത് സംസ്ഥാന സർക്കാരാണ് എന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. പ്രവർത്തകർക്ക് PFI ബന്ധം ഉണ്ടോ എന്ന് ലീഗുകാർ സ്വയം പരിശോധിക്കേണ്ടതാണ് എന്നും മുരളീധരൻ പറഞ്ഞു. ജപ്തിയുമായി ഉയർന്നു വന്ന വിവാദത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ ലിസ്റ്റല്ല, സംസ്ഥാന സർക്കാർ തയ്യാറാക്കി കൊടുത്ത ലിസ്റ്റാണ്. ആ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ഹർത്താലിൽ ആരൊക്കെയാണ് പങ്കാളിത്തം ഉണ്ടായിരുന്നത്, ആരുടെയൊക്കെ പേരിലാണ് കേസെടുക്കേണ്ടത്, ഇതൊക്കെ സംസ്ഥാന സർക്കാർ തയ്യാറാക്കി കൊടുത്ത ലിസ്റ്റാണ്. അതിൽ ലീഗുകാർ പെട്ടിട്ടുണ്ടെങ്കിൽ ആ ലീഗുകാർ യഥാർത്ഥ ലീഗുകാരാണോ അതോ പോപ്പുലർ ഫ്രണ്ടുകാരാണോ എന്ന് ലീഗുകാർ പരിശോധിക്കുക. മന്ത്രിമാർക്കെതിരെ KB ഗണേഷ് കുമാർ. MLA-മാർക്ക് നാട്ടിൽ നിൽക്കാനാകാത്ത സ്ഥിതിയാണ്. ഒന്നിനും ഫണ്ട് അനുവദിക്കുന്നില്ല. പ്രഖ്യാപനങ്ങൾ മാത്രം പോരാ, ഫണ്ട് അനുവദിക്കണമെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു. ഇടതുമുന്നണി നിയമസഭാ കക്ഷി യോഗത്തിലാണ് KB ഗണേഷ് കുമാറിന്റെ വിമർശനം. പരാമർശത്തെ CPIM MLA-മാർ വിമർശിച്ചു. പറയാനുള്ള കാര്യങ്ങൾ ഈ വേദിയിൽ അല്ലാതെ എവിടെ പറയുമെന്ന് ഗണേഷ് മറുപടിയും നൽകി. VV അരുണുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അരുൺ, വലിയ വിമർശനം തന്നെയാണ് MLA ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് ഫണ്ട് ലഭിക്കുന്നില്ല, സാമ്പത്തിക സ്ഥിതി അതീവ ഗുരുതരം എന്ന് വിലയിരുത്തുമ്പോൾ തന്നെയാണ് ഒരു MLA-യുടെ ഭാഗത്ത് നിന്ന് ഇത്തരം പ്രതികരണമുണ്ടായത്. അത് ഇടതുമുന്നണിക്കുള്ളിൽ ഏത് നിലയിലാണ് ചർച്ച ചെയ്യപ്പെടുന്നത്? ഇടതുമുന്നണി നിയമസഭാ യോഗത്തിൽ മന്ത്രിമാർക്കെതിരെ ആരോപിക്കുകയായിരുന്നു KB ഗണേഷ് കുമാർ. ഒന്നും നടക്കുന്നില്ല, വകുപ്പുകൾ നടക്കുന്നില്ല, മന്ത്രിമാരുടെ പ്രവർത്തനം ശരിയായി മുന്നോട്ട് പോകുന്നില്ല. പൊതുമരാമത്ത് ഇടത് നിയമസഭാ കക്ഷി യോഗത്തിലായിരുന്നു KB ഗണേഷ് കുമാറിന്റെ വിമർശനം. മന്ത്രിമാർക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ്. പദ്ധതികൾ പ്രഖ്യാപിച്ചാൽ മാത്രം പോരാ, അത് നടപ്പിലാക്കാൻ പണം നൽകണം എന്ന വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചത്. PT-7 പിടിച്ച് കൂട്ടിലടച്ച് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ദാ വരുന്നു അടുത്ത ഭീതി. ധോണിയിൽ വീണ്ടും കാട്ടാന ഇറങ്ങിയിരിക്കുന്നു. ധോണി അരിമണി മേഖലയിലാണ് കാട്ടാന ഇറങ്ങിയത്. രാത്രിയാണ് കാട്ടാന ഇറങ്ങിയത്. ലൈവായിട്ട് ഇവിടെ നിൽക്കണു. ഫോട്ടോ എടുത്തു, അവന്റെ ക്ലിയർ ഇല്ല. ഒന്നും കിട്ടിയില്ല, ഒരു ഫോട്ടോ കിട്ടിയില്ലേ? ഇതും PT-7 ഡൂപ്പാണ്. അതേ ചെറിയ സാധനം. പ്രസാദ് ഉടുമ്പശ്ശേരിയുണ്ട്. പ്രസാദ്, ഇന്നലെ ഈ സമയത്ത് നമ്മൾ ധോണി നിവാസികളുടെ ആശ്വാസമായിരുന്നു പ്രേക്ഷകരുമായി പങ്കുവച്ചത്. പക്ഷേ ധോണിയിലുള്ളവർ തന്നെ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു, മറ്റ് ആനകളെ കൂടി പിടികൂടണമെന്ന്. സ്വാഭാവികമായും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇനിയും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്, ധോണിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന് തന്നെയല്ലേ ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്?
അഭിലാഷ്, PT7 പിടിച്ചതിന്റെ ഒരു ആശ്വാസം 24 മണിക്കൂർ പോലും അവർക്ക് ലഭിച്ചില്ല എന്നുള്ളതാണ് സങ്കടകരമായ ഒരു കാര്യം. നേരത്തെ അഭിലാഷ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈ PT7 പിടിച്ചതിന്റെ സന്തോഷം പങ്കുവെക്കുന്നതോടൊപ്പം തന്നെ അവർ ആശങ്കയും പങ്കുവച്ചിരുന്നു. ഇനിയും അവിടെ കാട്ടാനകളുണ്ട്, അതോടൊപ്പം തന്നെ നിരന്തരം ഇറങ്ങുന്ന കാട്ടാനകളുണ്ട്, അത് തന്നെ അവരെ ആശങ്കപ്പെടുത്തുന്നു എന്നുള്ളതാണ്. എന്തായാലും അത് പറഞ്ഞ് 24 മണിക്കൂർ പോലും കഴിഞ്ഞിട്ടില്ല. ഇന്ന് രാത്രി 7:30 അരിമണി മേഖലയിൽ ഇപ്പോൾ ഒരു കാട്ടാന ഇറങ്ങിയിട്ടുള്ളത്. ഇറങ്ങി അവിടെ ഒരു 3-4 കർഷകരുടെ കൃഷി നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. തെങ്ങുൾപ്പെടെ തകർക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ കാട്ടാനയെ അവിടെ നിന്ന് മാറ്റി എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. വനം വകുപ്പ് ജീവനക്കാരും അതോടൊപ്പം തന്നെ നാട്ടുകാരും എല്ലാം തന്നെ സ്ഥലത്തെത്തുകയും അതിനെ അവിടെ നിന്ന് മാറ്റാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും ആ പ്രദേശത്ത് വലിയ ദൂരത്തല്ലാത്ത പ്രദേശത്താണ് കാട്ടാന ഇപ്പോഴും നിൽക്കുന്നത് എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്നത്. വൈകിട്ട് 7:30 ആ പ്രദേശത്ത് കാട്ടാന ഇറങ്ങിയിട്ടുള്ളത്. പ്രസാദ്, ഈ കൃഷി നശിപ്പിച്ചു എന്ന് പറയുമ്പോൾ തന്നെ തെങ്ങടക്കം കുത്തിമറച്ചിട്ടിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അത് വലിയ തെങ്ങ് തന്നെയെന്നാണ് രാത്രിയിലെ ദൃശ്യങ്ങളാണ് എങ്കിൽ പോലും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ആക്രമണ സ്വഭാവം കൂടിയുള്ള ആനകൾ തന്നെയാണിത്. പ്രത്യേകിച്ച് നേരത്തെ പിടികൂടിയ PT7 ആണ് ഒരാളെ കൊന്നത് എന്നാണല്ലോ അവിടുത്തെ പ്രദേശവാസികളടക്കം പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ജീവന് പോലും ഭീഷണി ഉണ്ടാക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴും എന്ന് പറയേണ്ടി വരുമല്ലേ? തീർച്ചയായും. കാരണം രാത്രിയിലും പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം പലയിടങ്ങളിലും, അത് ധോണിയുടെ മുഴുവൻ പ്രദേശങ്ങളിലുമല്ല, ഇപ്പോൾ അരിമണി പോലെയുള്ള പ്രദേശങ്ങളിലെല്ലാം ആ ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ ഈ 7:30 ശേഷമാണ് അവിടെ കാട്ടാന ഇറങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ് ആ പ്രദേശവാസികൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് വേഗത്തിൽ അവിടുന്ന് മാറ്റാൻ കഴിഞ്ഞു എന്നവർ പറയുമ്പോൾ പോലും ആശങ്ക തുടരുകയാണ്. കാരണം ആ കാട്ടാന വലിയ ദൂരത്തു നിന്നല്ലാതെ തന്നെ മാറി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത്. ഇന്നലെ ഈ PT7 പിടിച്ച സമയത്തെല്ലാം വനം വകുപ്പ് പറഞ്ഞിരുന്നത് കുറച്ച് ദിവസത്തേക്കെങ്കിലും ഇനി മറ്റ് കാട്ടാനകൾ ഇറങ്ങാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. അതോടൊപ്പം തന്നെ PT7 ഇറങ്ങിയ സമയത്ത് RRTയുടെയും അതുപോലെ തന്നെ വനം വകുപ്പിന്റെയും എല്ലാം തന്നെ നിരന്തര പട്രോളിംഗ് ആ ഭാഗങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അത് ഇനിയും അതേപോലെ തന്നെ അതിൽ ഒരു കുറവും വരുത്താതെ ആ മേഖലയിൽ അത് അതേപോലെ തന്നെ തുടരേണ്ടതിന്റെ പ്രാധാന്യമാണ് ഇപ്പോൾ ഈ ഒരു കാഴ്ച മനസ്സിലാക്കുന്നത്, അത് ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടുകാർ പറയുന്നത് ഈ പരിശോധനകളും പെട്രോളിങ്ങും അതോടൊപ്പം ഈ വീണ്ടും നിരന്തരം ഇറങ്ങുകയാണെങ്കിൽ അതിനെയും പിടികൂടണമെന്ന ആവശ്യം അവർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ധോണിയെ സംബന്ധിച്ചിടത്തോളം കാട്ടാന ശല്യം ഇപ്പോഴും അവിടെ തുടരുന്നു. തീർച്ചയായും PT7 പിടികൂടിയത് വലിയ തോതിൽ ആശ്വാസമായേക്കുമെന്ന് മറ്റുള്ളവർ അഭിപ്രായപ്പെട്ടപ്പോഴും ധോണി നിവാസികൾ കൃത്യമായി പറഞ്ഞിരുന്നു, മറ്റാനകളെ കൂടി പിടികൂടിയാൽ മാത്രമേ അവർക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ സാധിക്കൂ എന്ന്. ഇപ്പോഴിതാ മണിക്കൂറുകൾക്കകം അടുത്ത കാട്ടാന ധോണി പ്രദേശത്ത് ഇറങ്ങിയിരിക്കുന്നു, വ്യാപകമായ നഷ്ടങ്ങൾ വരുത്തിവെച്ചിരിക്കുന്നു. വാർത്തയുടെ വിശദാംശങ്ങളാണ് പ്രസാദ് നൽകിയത്. KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ദിവസങ്ങളായി തുടരുന്ന വിദ്യാർത്ഥികളുടെ സമരം അവസാനിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായി നടത്തിയ ചർച്ചയിലാണ് ഒത്തുതീർപ്പായത്. വിദ്യാർത്ഥികളുടെ ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്നും പുതിയ ഡയറക്ടറെ ഉടൻ കണ്ടെത്തുമെന്നും മന്ത്രി അറിയിച്ചു. സമരം അവസാനിപ്പിച്ചുവെങ്കിലും ചെയർമാനായ അടൂർ ഗോപാലകൃഷ്ണനുമായി സഹകരിക്കില്ലെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. ചർച്ചയിലൂടെ പരിഹാരമായതിന് പിന്നാലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അധ്യാപകരുടെയും ജീവനക്കാരുടെയും കൂട്ടരാജി തുടരുകയാണ്. ഡീൻ ഉൾപ്പെടെ 8 പേർ രാജിവെച്ചു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഡീൻ ചന്ദ്രമോഹനും വിവിധ ഡിപ്പാർട്ട്മെന്റ് അധ്യാപകരും ജീവനക്കാരുമാണ് രാജിവെച്ചത്. വിദ്യാർത്ഥികൾ നടത്തിവരുന്ന സമരം വളരെ ഹാർദവമായ രീതിയിൽ ഒത്തുതീർപ്പായിട്ടുണ്ട്. 51 ദിവസം നീണ്ടുനിന്ന വിദ്യാർത്ഥി സമരമാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായി നടത്തിയ ചർച്ചയിലൂടെ അവസാനിച്ചത്. വിദ്യാർത്ഥികൾ മുന്നോട്ടുവച്ച 14 ആവശ്യങ്ങളും ചർച്ചയിലൂടെ സർക്കാർ അംഗീകരിച്ചു. നിലവിൽ ഒഴിഞ്ഞുകിടക്കുന്ന സംവരണ സീറ്റുകൾ നികത്തണമെന്നും വിദ്യാർത്ഥികളുടെയും ജീവനക്കാരുടെയും പരാതികൾ പരിഹരിക്കാൻ പ്രത്യേക സമിതി രൂപീകരിക്കുമെന്നും ഡയറക്ടറുടെ വീട്ടിൽ ജീവനക്കാരെ ജോലിക്ക് നിയോഗിക്കില്ലെന്ന് ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. സർക്കാർ നിയോഗിച്ച കമ്മീഷനുകളുടെ റിപ്പോർട്ടുകൾ ഏതാണ്ട് സമാന സ്വഭാവത്തിലുള്ളതായിരുന്നു. പക്ഷേ രണ്ടാമത് നിയോഗിച്ച ഉന്നതതല കമ്മീഷൻ വളരെയധികം അനുഭവസമ്പന്നരും ഭരണരംഗത്തും അക്കാദമിക് രംഗത്തും അനുഭവങ്ങളുള്ളവരും നയിച്ച കമ്മീഷനാണ് എന്നുള്ളതുകൊണ്ട് ഈ സ്ഥാപനത്തെ മെച്ചപ്പെടുത്താൻ ആവശ്യമായ ഒരുപാട് നിർദ്ദേശങ്ങളും അവർ മുന്നോട്ട് വച്ചിരുന്നു. ആ നിർദ്ദേശങ്ങളടക്കം കുട്ടികളുമായി വളരെ വിശദമായിട്ട് ചർച്ച ചെയ്ത് ചില ധാരണകളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. തുടർന്ന് സമരം അവസാനിപ്പിക്കുന്നതായി വിദ്യാർത്ഥികൾ. സമരം ഞങ്ങൾ സൈൻ ഓഫ് ചെയ്യാണ്.
സമരം അവസാനിപ്പിച്ചെങ്കിലും ചെയർമാനായ അടൂർ ഗോപാലകൃഷ്ണനുമായി സഹകരിക്കില്ലെന്ന് വിദ്യാർത്ഥികൾ വ്യക്തമാക്കി. ഇല്ല, ഞങ്ങൾ ചെയർമാനായിട്ട് ഇനിയൊരു സഹകരണം ഉണ്ടാവില്ല. കാര്യം ഞങ്ങൾ വിദ്യാർത്ഥികളുടെ ഒപ്പമായിക്കോട്ടെ, ജീവനക്കാരുടെ ഒപ്പമായിക്കോട്ടെ, അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന വാക്കുകൾ ഞങ്ങൾക്കൊട്ടും ശരിയല്ല. അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിൽ ഞങ്ങൾ സഹകരിക്കില്ല. കാര്യം ഞങ്ങൾക്ക് അതിലൊരു നല്ല ബുദ്ധിമുട്ടുണ്ട്. സർക്കാരിന് മുമ്പാകെ സമർപ്പിച്ച അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുകൾ പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നും വിദ്യാർത്ഥികൾക്ക് ഉറപ്പ് ലഭിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. യൂത്ത് ലീഗിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിലെ ആക്രമണത്തിൽ നടപടി ഘടിപ്പിച്ച് പോലീസ്. യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി.കെ. ഫിറോസ് റിമാൻഡിൽ. അറസ്റ്റ് സർക്കാരിന്റെ രാഷ്ട്രീയ പകപോക്കലെന്ന് പി.കെ. ഫിറോസ് പറഞ്ഞു. അറസ്റ്റ് ജനാധിപത്യ വിരുദ്ധമാണ് എന്നും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും പി.കെ. കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. സെക്രട്ടേറിയറ്റ് മാർച്ചിലുണ്ടായ അക്രമങ്ങളിൽ പി.കെ. ഫിറോസിനെ ഒന്നാം പ്രതിയാക്കിയാണ് അറസ്റ്റ്. അനുമതിയില്ലാതെ മാർച്ച് നടത്തിയതിലും പൊതുമുതൽ നശിപ്പിച്ചതിലും പോലീസിന്റെ കൃത്യവിലോപം തടഞ്ഞതിലുമാണ് നടപടി. സർക്കാരിന്റേത് രാഷ്ട്രീയ പകപോക്കലെന്ന് പി.കെ. ഫിറോസ് പ്രതികരിച്ചു. ശക്തമായി നേരിടും. അറസ്റ്റ് കൊണ്ട് പിന്മാറുന്ന പ്രശ്നമില്ല. ശക്തമായി സമരവുമായി മുന്നോട്ട് പോകും. അറസ്റ്റ് നടത്തിയത് ജനാധിപത്യ വിരുദ്ധമാണെന്നും നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഇപ്പോ സംസ്ഥാന സെക്രട്ടറി ഫിറോസിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. അതിന്റെ അർത്ഥം ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ച് നടത്തുന്ന സമരങ്ങളെ അടിച്ചമർത്തുന്നു. പ്രക്ഷോഭങ്ങളിലൂടെ പ്രസ്ഥാനം വളർത്തിയെടുത്ത് അധികാരത്തിൽ വന്ന ഇടത് ഗവൺമെന്റ് ഇപ്പോ ജനകീയ പ്രശ്നങ്ങളിൽ പ്രക്ഷോഭം നടക്കുമ്പോൾ അതിനോട് അസഹിഷ്ണുത കാണിക്കുകയാണ്. സംസ്ഥാന സെക്രട്ടറി എത്രയും ദിവസം കഴിഞ്ഞതിന് ശേഷം ഇപ്പോ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ അസഹിഷ്ണുതയാണ്, വളരെ വ്യക്തമാണ്. പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് നാശനഷ്ടങ്ങളുടെ കണക്ക് ലഭിക്കേണ്ടതുണ്ട്. പൊതുമുതൽ നശിപ്പിച്ചതിനുള്ള പിഴ കെട്ടിവെച്ചതിന് ശേഷമായിരിക്കും ഫിറോസ് ഉൾപ്പെടെയുള്ളവർക്ക് ജാമ്യം ലഭിക്കുക. ന്യൂസ് 18 തിരുവനന്തപുരം. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കമായി. സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ ഗവർണർ സിൽവർ ലൈൻ പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ല എന്നും വ്യക്തമാക്കി. നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഒപ്പിടാതെ പിടിച്ചുവെക്കുന്ന ഗവർണറെ പരോക്ഷമായി നയപ്രഖ്യാപനത്തിൽ വിമർശിച്ചിട്ടുമുണ്ട്. ചരിത്രത്തിലെ ഏറ്റവും മോശമായ നയപ്രസംഗമായി ഇത് അറിയപ്പെടുമെന്ന് നയപ്രഖ്യാപനത്തിൽ പറയുന്നത് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് എന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. കേന്ദ്ര സർക്കാർ അനുമതി കൊടുത്താലും സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. സംസ്ഥാനത്ത് റോഡിലെ കേബിളിൽ കുരുങ്ങി യാത്രികന് പരിക്ക്. കൊച്ചിയിൽ കേബിൾ കുരുങ്ങി ബൈക്ക് യാത്രികനാണ് ഗുരുതരമായി പരിക്കേറ്റത്. മരട് സ്വദേശി അനിൽകുമാറിനാണ് തലയ്ക്കാണ് പരിക്കേറ്റത്. ജോലി കഴിഞ്ഞ് മടങ്ങവേ ബൈക്കിൽ കേബിൾ ചുറ്റി റോഡിൽ വീണായിരുന്നു അപകടം. കൊച്ചിയിൽ രണ്ടാഴ്ചക്കിടെ കേബിൾ കുരുങ്ങിയുള്ള രണ്ടാമത്തെ അപകടമാണിത്. പാലാരിവട്ടം വെണ്ണലയ്ക്കടുത്ത് റോഡിലേക്ക് വീണ് കേബിൾ കുരുങ്ങി ബൈക്ക് മറിയുകയായിരുന്നു. വെൽഡിംഗ് തൊഴിലാളിയായ അനിൽകുമാറാണ് അപകടത്തിൽപ്പെട്ടത്. അനിൽകുമാർ കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ICU ഫെസിലിറ്റീസ് ഉള്ള ആംബുലൻസിൽ നമ്മൾ അദ്ദേഹത്തിനെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാണ് ചെയ്തത്. എന്നിട്ടും അവിടെ എത്തുന്നതിനും അവിടെ ചെന്നപ്പോൾ അവിടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ അവിടെ അഡ്മിഷൻ ലഭിച്ചില്ല. കാരണം അവിടെ വേക്കൻസി ഇല്ല, അതുപോലെ തന്നെ അവിടെ നമുക്ക് സ്പേസ് ഇല്ല എന്നെല്ലാം പറഞ്ഞ് അവർ മടക്കി അയക്കുകയാണ് ഉണ്ടായത്. കൊച്ചിയിൽ കേബിൾ കുടുങ്ങി അപകടങ്ങൾ പതിവാകുമ്പോഴും അധികൃതർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന ആക്ഷേപവും ശക്തമാണ്. എല്ലാ പോസ്റ്റിലും കെട്ടിയിട്ടേക്കണാണ്. അപ്പൊ പോസ്റ്റിൽ കൂടി കേബിൾ വലിച്ചേക്കുന്നത് വളരെ താത്തിയാണ് വലിച്ചേക്കുന്നത്. അപ്പൊ അത് ചെയ്യുന്ന കോൺട്രാക്ടർമാർ അത് വേണ്ട രീതിയിൽ ശ്രദ്ധിക്കുന്നില്ല. സാമ്പത്തിക പരാധീനതകളുള്ള അനിൽകുമാറിനെ കോട്ടയത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റാനാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും ശ്രമിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. അധികൃതരുടെ അനാസ്ഥയെ തുടർന്നുള്ള ഒരു അപകടത്തിന്റെ കാഴ്ചയാണ് കണ്ടത് എങ്കിൽ ദാരുണമായ മറ്റൊരു അപകട വാർത്ത കേട്ടാണ് കേരളം ഇന്ന് ഉണർന്നത്. ആലപ്പുഴ ദേശീയപാതയിലുണ്ടായ വാഹനാപകടത്തിൽ 5 പേർ മരിച്ചു. അമ്പലപ്പുഴ കാക്കാഴം മേൽപ്പാലത്തിൽ പുലർച്ചെ 1:30 കാറും ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത്. തിരുവനന്തപുരം പെരിങ്കടവിള ആലത്തൂർ സ്വദേശികളായ പ്രസാദ്, ജിഷുദാസ്, സച്ചിൻ, സുമോദ്, കൊല്ലം മൺട്രോത്തുരുത്ത് തേവലക്കര സ്വദേശി അമൽ എന്നിവരാണ് മരിച്ചത്. അപകടങ്ങൾ ഇത്തരത്തിൽ തുടർക്കഥയാകുമ്പോഴും സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിൽ തുടരുകയാണ്.
അത്തരത്തിൽ ഒരു ദൃശ്യമാണ് വർക്കലയിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളത്. വർക്കലയിൽ നിന്ന് വടശ്ശേരിക്കോണം MLA പാലം ആലങ്കോട് വഴി ആറ്റിങ്ങലിലേക്ക് പോകുന്ന ബസിൻ്റേതാണ് ഈ അഭ്യാസ പ്രകടനം. ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി. തിരുവനന്തപുരം വർക്കല മണമ്പൂർ ഭാഗത്ത് നിന്ന് ഉള്ളതാണ് ദൃശ്യങ്ങൾ. അതേസമയം മൂവാറ്റുപുഴയിൽ കനാൽ ഇടിഞ്ഞു വീണ അപകടത്തിന്റെ ഭീകരത വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. മൂവാറ്റുപുഴ കൂത്താട്ടുകുളം ലിങ്ക് റോഡിൽ വെള്ളവും ചെളിയും നിറഞ്ഞതോടെ ഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെടുകയും ചെയ്തിരുന്നു. മൂവാറ്റുപുഴ കൂത്താട്ടുകുളം ലിങ്ക് റോഡിൽ പണ്ടപ്പള്ളിക്ക് 50 മീറ്റർ മുൻപെയാണ് വൻ അപകടമുണ്ടായത്. ഞായറാഴ്ച വൈകിട്ട് 6:30 റോഡിൽ നിന്നും ഏകദേശം 30 അടിയോളം ഉയരത്തിലുള്ള MVP കനാലിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീഴുകയായിരുന്നു. തൊട്ടടുത്ത വീട്ടിലെ CCTVയിൽ അപകടത്തിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. റോഡിലൂടെ കാർ കടന്നുപോയതിന് തൊട്ടു പിന്നാലെ കനാലിടിഞ്ഞ് എതിർവശത്തുള്ള വീടിന്റെ ഗേറ്റും തകർത്ത് വെള്ളവും ചെളിയും വീട്ടുമുറ്റത്ത് എത്തുന്നത് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. റോഡിലേക്ക് ചെളിയും മണ്ണും വീണതോടെ ഇതുവഴിയുള്ള ഗതാഗതം മണിക്കൂറുകളോളം നിലച്ചു. നാട്ടുകാരുടെ സഹകരണത്തോടെ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ചെളിയും മണ്ണും നീക്കം ചെയ്ത് രാത്രി 10 മണിയോടെയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. സ്ഥലത്ത് വ്യാപകമായ കൃഷിനാശമുണ്ടായിട്ടുണ്ട്. മഴയോ മറ്റു പ്രതികൂല കാലാവസ്ഥയോ ഇല്ലാതിരുന്ന സമയത്താണ് ദുരന്തമുണ്ടായതെന്നത് ജനങ്ങളുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. അപകട സമയം റോഡിൽ തിരക്കില്ലാതിരുന്നതിനാൽ വൻ ദുരന്തമൊഴിവായി. ന്യൂസ് 18 കൊച്ചി. കൊല്ലം കുണ്ടറ സ്വദേശിനിയായ +1 വിദ്യാർത്ഥിനിക്ക് പീഡനം. തിരുവനന്തപുരം പാലോട് എത്തിച്ചാണ് പീഡിപ്പിച്ചത്. തിരുവനന്തപുരം പെരുമാതുറ സ്വദേശികളായ ജസീർ, നൌഫൽ, നിയാസ് എന്നിവർ പിടിയിലായി. ജസീറും നൌഫലും നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികൾ ആണ് എന്നും ഇൻസ്റ്റഗ്രാം വഴിയാണ് പെൺകുട്ടിയെ വലയിലാക്കിയത് എന്നും പോലീസ് പറയുന്നു. സംസ്ഥാനത്തെ നഴ്സുമാർക്ക് ആശ്വാസം പകരുന്ന വാർത്തയാണ് ഹൈക്കോടതിയിൽ നിന്ന് വന്നത്. നഴ്സുമാരുടെ മിനിമം വേതനം പുനഃപരിശോധിക്കണമെന്ന് സർക്കാരിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. 3 മാസത്തിനകം വേതനം പുനഃപരിശോധിക്കാമെന്നാണ് ഉത്തരവ്. കളമശ്ശേരിയിൽ മരപ്പൊത്തിൽ നിന്ന് വെടിയുണ്ടകൾ കണ്ടെടുത്തു. കളമശ്ശേരി മഞ്ഞുമ്മൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന് താഴെ ചക്യാടം കടവ് ഭാഗത്ത് പുഴയോരത്തെ മരത്തിന്റെ പൊത്തിൽ നിന്നാണ് വെടിയുണ്ടകൾ ലഭിച്ചത്. റൈഫിളിലോ പിസ്റ്റളിലോ ഉപയോഗിക്കാൻ കഴിയുന്ന തരം 12 വെടിയുണ്ടകളാണ് കണ്ടെടുത്തിട്ടുള്ളത്. തിരുവനന്തപുരത്തെ ഗുണ്ടാബന്ധങ്ങളുടെ പുതിയ തെളിവുകൾ പുറത്ത്. കീഴടങ്ങിയ ഓംപ്രകാശിന്റെ കൂട്ടാളികൾ ഒളിവിൽ താമസിച്ചത് CPI നേതാവിന്റെ വീട്ടിൽ. പോലീസ് പരിശോധനയ്ക്ക് എത്തുമെന്ന് ഉറപ്പായതോടെയാണ് കീഴടങ്ങിയത്. പാറ്റൂർ ആക്രമണക്കേസിലെ 1-ാം പ്രതി CPI നേതാവിന്റെ ബന്ധുവിനെ ഒളിവിലിരുന്ന് ഫോൺ വിളിച്ചു എന്ന് വ്യക്തമായതോടെയാണ് വീട്ടിൽ കയറി പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചത്. ഇക്കാര്യം ചോർന്ന് നേതാക്കൾ അറിഞ്ഞതിന് പിന്നാലെയായിരുന്നു കീഴടങ്ങാൻ തയ്യാറെന്ന് പ്രതികൾ ഹൈക്കോടതിയെ അറിയിച്ചത്. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ലൈഫ് മിഷൻ അഴിമതി കേസിന് ലൈഫ് വെച്ചു. അഴിമതി കേസിൽ സ്വപ്ന സുരേഷ് EDക്ക് മുന്നിൽ ഹാജരായി. ലൈഫ് മിഷനിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്നും 6 കോടി രൂപയുടെ അഴിമതി നടന്നതായി സ്വപ്ന പറഞ്ഞു. ശിവശങ്കറിന് പണം കൈമാറിയതായി അറിയാമെന്നും എല്ലാ കാര്യവും നേരത്തെ EDക്ക് മുന്നിൽ പറഞ്ഞതാണ് എന്നും സരിത്ത് പറഞ്ഞു. തിരുവനന്തപുരം മൃഗശാലയിൽ ക്ഷയരോഗത്തെ തുടർന്ന് പുള്ളിമാനുകളും കൃഷ്ണമൃഗങ്ങളും മരിച്ചതിൽ ഇടപെട്ട് സർക്കാർ. മൃഗസംരക്ഷണ മന്ത്രി ജെ ചിഞ്ചുറാണി മൃഗശാലയിൽ പരിശോധന നടത്തി. പ്രതിരോധ നടപടികൾ ഊർജിതമാക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. മൃഗങ്ങളെ ശുശ്രൂഷിക്കുന്നവർ മുൻകരുതൽ എടുക്കണമെന്നും ജീവനക്കാർക്ക് ഗ്ലൗസ്, മാസ്ക്, ഷൂ തുടങ്ങിയവ ഉറപ്പാക്കുമെന്നും സന്ദർശന ശേഷം മന്ത്രി പറഞ്ഞു. സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശക്തി തെളിയിക്കാനിറങ്ങിയ AAPയിലും ആഭ്യന്തര പ്രശ്നം രൂക്ഷം. സഹികെട്ട കേന്ദ്ര നേതൃത്വം സംസ്ഥാന ഘടകത്തെ പിരിച്ചുവിട്ടു. പുതിയ ഭാരവാഹികളെ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി സന്ദീപ് പാഠക് വ്യക്തമാക്കി. സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുകയാണ് നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാൻ. അതിനിടെ പാക് തലസ്ഥാനം ഇസ്ലാമാബാദ് ഉൾപ്പെടെയുള്ള നഗരങ്ങൾ മണിക്കൂറുകളായി ഇരുട്ടിലാണ്.
പവർ ജനറേഷൻ യൂണിറ്റുകൾ താൽക്കാലികമായി പ്രവർത്തനം അവസാനിപ്പിച്ചതിനെ തുടർന്ന് കറാച്ചി, ലാഹോർ, പെഷവാർ, ക്വറ്റ നഗരങ്ങൾ 3 മണിക്കൂറിലേറെ ഇരുട്ടിലായിരുന്നു. ഇന്ധന ചെലവ് ചുരുക്കലിന്റെ ഭാഗമായാണ് പവർ ജനറേറ്ററുകൾ ഷട്ട് ഡൗൺ ചെയ്തത് എന്നാണ് വിവരം. 117 ഗ്രിഡ് സ്റ്റേഷനുകളാണ് ആകെ നിർത്തിവെച്ചിട്ടുള്ളത്. ടോപ്പ് 18 പൂർണ്ണമാകുന്നു. നമസ്കാരം.